നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വെള്ളത്തിൽ മുങ്ങിയ റോഡുകളും വയലുകളും താണ്ടി ആൽഫ തിരുവല്ല സെന്ററിലെ മെഡിക്കൽ ടീം നടത്തുന്ന ഹോം കെയർ സേവനം നാടിന് വേറിട്ട അനുഭവമായി. ചെറിയ വഞ്ചിയിൽ കയറിയും വെള്ളച്ചാലുകൾ മറികടന്നുമാണ് സംഘം ഒറ്റപ്പെട്ട വീടുകളിലെ കിടപ്പിലായവരുടെ അരികിലെത്തുന്നത്. തീർത്തും ഒറ്റപ്പെട്ടുപോയ അവസ്ഥയിലുള്ള രോഗികൾക്കും കുടുംബാംഗങ്ങൾക്കും ആൽഫയുടെ പ്രവർത്തനം വഴി ലഭിക്കുന്ന ആശ്വാസം ചെറുതല്ലെന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. നഴ്സ് ഇൻചാർജ് പ്രിയങ്ക കെ രമേശ്, അസിസ്റ്റന്റ് നഴ്സ് ശ്രുതി PS, ഫിസിയോതെറാപ്പിസ്റ്റ് ജൂഡി, ഡ്രൈവർമാരായ രാജൻ P, അഭിഷേക് എന്നിവരാണ് ഹോം കെയർ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ലയൺസ് ഇന്റർനാഷണൽ, പാലിയേറ്റീവ് കെയർ സംഘടനകൾക്കും ഓർഫനേജുകൾക്കും വീൽചെയറുകൾ വിതരണം ചെയ്ത പരിപാടിയിൽ സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയറിന് ലഭിച്ച വീൽചെയറുകൾ കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർമാരായ വിസ്മയ വേണുഗോപാൽ, മേഘ്ന അനിൽകുമാർ, SAPC ആരിഷ് ക്ലബ് അംഗം ആര്യ തുടങ്ങിയവർ ഏറ്റുവാങ്ങി. തൃശൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില, നിയുക്ത ഗവർണർ T ജയകൃഷ്ണൻ, ഹ്യൂമാനിറ്റേറിയൻ എഫർട്ട് കൺവീനർ അശോകൻ MV തുടങ്ങിയവരിൽ നിന്നാണ് വീൽചെയറുകൾ ഏറ്റുവാങ്ങിയത്. ആൽഫയുടെ വിവിധ സെന്ററുകളുടെ ഭാരവാഹികളും വീൽചെയറുകൾ സ്വീകരിച്ചു. ആൽഫ ഹോസ്പീസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ സ്ഥാനത്തു നിന്ന് സർവീസ് അവസാനിപ്പിച്ചു മടങ്ങുന്ന OS വർഗീസിന് സഹപ്രവർത്തകരുടെ സ്നേഹാദരം. കേക്ക് മുറിച്ചും ഉപഹാരം നൽകിയും അനുഭവങ്ങൾ പങ്കിട്ടുമായിരുന്നു ആദരം പങ്കുവച്ചത്. എടമുട്ടം ഹോസ്പീസിൽ ശനിയാഴ്ച നടന്ന യോഗത്തിൽ PRO താഹിറ മുജീബ്, അക്കൗണ്ട്സ് മാനേജർ ജലജകുമാരി, ട്രസ്റ്റ് ഓഫീസ് സെക്രട്ടറി വിമല വേണുഗോപാൽ, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ സലിൽ, ഡയാലിസിസ് സൂപ്പർവൈസർ ജിതിൻ ജോർജ്, ഹോസ്പീസ് അക്കൗണ്ട്സ് മാനേജർ സനോജ്, ആർക്കിടെക്ട് ഷാരോൺ, ട്രെയിനിംഗ് സൂപ്പർവൈസർ ദിവ്യ വൈശാഖ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.